നീ യഥാർത്ഥമായി സ്വർഗീയ പൗരത്വം പ്രാപിച്ചവനെങ്കിൽ, നീ സ്നാനപ്പെട്ടവനെങ്കിൽ, നീ യേശുവിന്റെ മകനെങ്കിൽ, അവൻ നിന്നിലൂടെ യേശു വെളിപ്പെടട്ടെ. യേശുവിന്റെ ഫിലിം കണ്ടിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. യേശുവിന്റെ ഫിലിം കാണുമ്പോൾ അതിൽ ഒരാളുണ്ട്, ബറബ്ബാസ്. ആരാണ് ബറബ്ബാസിന്റെ സ്വഭാവം? എന്താണ്? പിടിച്ചു വലിക്കാരനും കൊലപാതകിയും. ഇങ്ങനെ ആ കൊലപാതകി പിടിച്ചു വലിക്കാൻ ബറബ്ബാസിന്റെ ചിത്രം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഞാൻ അത് ഇവിടെ കാണിച്ചു തരാം. ഈ ബറബ്ബാസിന്റെ സ്റ്റൈലാണ് ഇപ്പോഴത്തെ നമ്മുടെ ചെറുപ്പക്കാരുടെ സ്റ്റൈൽ. മുടിയൊക്കെ വളർത്തിയിട്ട് യേശുവിന് പകരക്കാരനായിട്ട് പിലാത്തോസ് പറയുന്നത് യേശു ഒരു കുറ്റവും കാണുന്നില്ല. യേശുവിന് ഒരു കുറ്റം, യേശു നീതിമാനാണെന്ന് പറയുമ്പോൾ, പിലാത്തോസ് പറയുമ്പോൾ തൊട്ടിലെ വെള്ളത്തിൽ കൈ കെട്ടി പറയുന്നു ഒരു കുറ്റം ഇവിടെ കാണുന്നില്ല പറയുമ്പോൾ, പുരോഹിത വർഗവും എല്ലാവരും പറയും ഞങ്ങൾക്ക് ഇവരെ വേണ്ട, യേശുവിനെ ക്രൂശിക്ക്, ബറബ്ബാസിനെ വിട്ടുതരാൻ. ഈ ബറബ്ബാസിനെ വിട്ടുതരാൻ പറയുമ്പോൾ ബറബ്ബാസ് വരുന്ന നാട്ടകത്തിട്ട് മുടിയൊക്കെ ആൾക്ക് വരുന്ന കാരണം ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ബറബ്ബാസുമാരാണ്. ലോകത്തിന് അനുരൂപരാകാതെ ദൈവത്തിന് പ്രസാദങ്ങൾ ചെയ്യാൻ. പക്ഷെ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് ആള് കൂട്ടിട്ട് എനിക്ക് സുഹൃത്തി കൊണ്ടാരെ കൊണ്ടുപോകട്ടെ. സഹോദരൻ, 100 പേര് വന്നിട്ട് ഞാൻ 5 സുഹൃത്തി പോട്ടെ. അല്ലല്ലേ, നിങ്ങളുടെ സ്വത്രക്കാര്യം ദശായം മാത്രം കഴിഞ്ഞിട്ട് പോയാൽ ഞാൻ ദൈവത്തിന് കണക്ക് പറയേണ്ടി വരത്തില്ലേ? അവൻ ഒരുക്കപ്പെടണം, സ്വർഗത്തിലെ തന്നെ ഒരുക്കപ്പെടണം. അവൻ ഇവിടെ വിട്ടു പോകാൻ ഇടവരുത്, തള്ളപ്പെടാൻ ഇടവരരുത്. അവൻ സ്വർഗത്തിലേക്ക് എത്തണം. മനസ്സിലാകുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ആളെ കൂട്ടുന്ന മാർഗമല്ല ഇത്, ആളെ കൂട്ടുന്ന മാർഗമല്ല, പണം വരാനുള്ള മാർഗമല്ല ഇത്. അതൊക്കെ വേറെ ഉണ്ട്. സ്വന്തം കണ്ണടഞ്ഞാൽ സ്വർഗത്തിൽ നിന്റെ ആത്മാവെത്തണം. അപ്പൊ സ്വർഗത്തിൽ എത്തണമെങ്കിൽ സ്വർഗീയ പൗരത്വം ഭൂമിയിൽ വെച്ച് ഉറപ്പുവരുത്തണം. ഭൂമിയിലായിരിക്കുമ്പോൾ സ്വർഗീയ പൗരത്വം ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഇവിടെ കണ്ണടയുമ്പോൾ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ സ്വർഗീയന്മാരല്ലാത്തവർ കണ്ണടഞ്ഞാൽ പോകുന്നത് നിത്യനാശത്തിലേക്ക്, നിത്യനരകത്തിലേക്ക്. നീ സ്വർഗീയനായി ജീവിച്ചാൽ, സ്വർഗീയ തലത്തിൽ നിന്ന് കഴിഞ്ഞാൽ, സ്വർഗീയ ഇടത്തിൽ നിന്ന് കഴിഞ്ഞാൽ, അങ്ങനെ അവരുടെ കണ്ണടയുമ്പോ നിന്റെ ആത്മാവ് നിർത്തുന്നത് സ്വർഗീയന്റെ അടുത്താണ്. അത് സന്തോഷമുള്ള മാത്രം കർത്താവിനെ സ്തുതിച്ചാണ്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. അതുകൊണ്ട് ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവത്തിന്റെ ഹിതമെന്ന് തിരിച്ചറിഞ്ഞ്, ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ ഹിതപ്രകാരം ജീവിക്കാൻ വിളിക്കപ്പെടുന്നവരെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ കണ്ണും അടയട്ടെ. കാലം ഇനി അധികമില്ല. ഇന്നലെ ടൗണിൽ പോയി പല റെസ്റ്റോറന്റ് അടച്ചു തുടങ്ങി. പല റെസ്റ്റോറന്റുകൾ അടച്ചു. അത് മനസ്സിലാക്കുന്നവരുണ്ട്. എന്നാ കാര്യം? എന്നാ ഗ്യാസ് ഇത്ര ആളെന്തോ ഗ്യാസ് ഇല്ലായിരുന്നു. ഇവിടെ എവിടെ ഗ്യാസ് ഇല്ലാത്ത? എന്താ ഇവിടെ ഗ്യാസ് ഇല്ലാത്ത? പറ, എന്താ ഇവിടെ ഗ്യാസ് ഇല്ലാത്ത കാര്യം എന്താ? വര നിന്ന് വര നിൽക്കാൻ കാര്യം എന്താ? യുദ്ധം. നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കും. ഇതിനടുത്ത ലോകരാജ്യ ഒരു യുദ്ധമായി മാറാൻ സാധ്യതയുണ്ട്. അടുത്തൊരു 3-4 ലോകമഹായുദ്ധമായി മാറാൻ സാധ്യതയുണ്ട്. ഒരുങ്ങിക്കാൻ സമയം ഇതാണ്. സമയം അധികം മുമ്പിലില്ല. കർത്താവിന് വരവാസനമായി. ഇനി ലോകപ്രകാരം ജീവിക്കാൻ നീ നോക്കേണ്ട, ലോകപ്രകാരം ഒത്തിരി നേടാൻ നോക്കേണ്ട. അവൻ പഠിക്കുന്നത് നല്ലത്, ഒരു വിഷയം അവസരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്നാൽ ഈ ഗതി എങ്ങോട്ട് പോകുന്ന ഒരു പിടുത്തവും ഇല്ല. ഒരാഴ്ചയുടെ കഴിഞ്ഞ് എല്ലാ കടലും അടങ്ങി. പാചകത്തിന് വിറവ് വെച്ച് കത്തിക്കുന്ന വല്ല ചായകട ഉണ്ടെങ്കിൽ വല്ലതും കിട്ടും ചായ. എല്ലാ കടലും അടയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ വീടുകളിലും അത് തീരും. വീടുകളിലും തീരും. എല്ലാം സ്റ്റക്ക് ആവാൻ സാധ്യതയുണ്ട്. ഒരുങ്ങിയിട്ടുണ്ടോ? നീ ഒരുങ്ങിയോ? എവിടെ പോകാൻ? ആ സ്വർഗീയ അനുഭവത്തിലേക്ക്, സ്വർഗ സ്ഥലത്ത് പോകാൻ, ആ സ്വർഗീയ പൗരത്വത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിട്ടുണ്ടോ?
അവൻ ഇല്ല എങ്കിൽ കൈവിടപ്പെട്ടു പോകും. നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയത്തില്ല. നാളുകൾ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എത്രയോ ദൈവദാസന്മാർ പ്രസംഗിച്ചു. നമ്മുടെ ഈ തലമുറയിലായിരിക്കും നമ്മുടെ കർത്താവ് വരാൻ പോകുന്നത്. നമ്മുടെ ഈ തലമുറ കർത്താവ് വരുന്നെങ്കിൽ പ്രിയ തലമുറകൾ ഒരുങ്ങിയിട്ടുണ്ടോ? എല്ലാം കണ്ണുമടയട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ ഹനഗരഗ വരവേറ്റം സമീപമ ഒരുങ്ങുക സഹജരെ സ്വർഗീയമാന ലെനെ ദിരേർത്ത. ഓ വരവേറ്റം സ്വർഗീയ പൗരത്വമുള്ള വ്യക്തിയുടെ ആഗ്രഹം അവന്റെ ആഗ്രഹം നിറവേറ്റില്ലല്ല, സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ആക്കണമേ. സ്വർഗത്തിലെ ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റണമേ. സ്വർഗീയ ഹിതം ഭൂമിയിൽ നൽകണമേ. ഈ 15/3/2026 ഞായറാഴ്ച ചെയ്യാന്ന് പറയുന്നു. നീ സ്വർഗീയ പൗരത്വത്തിന്റെ വ്യക്തിത്വമാണെങ്കിൽ, നീ സ്വർഗീയ പൗരനാണെങ്കിൽ, നമ്മൾ സ്വർഗീയ പൗരന്മാരാണെങ്കിൽ, നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഇഷ്ടം ദൈവ ഇഷ്ടമായിരിക്കണം. ദൈവ ഇഷ്ടം എന്നെ നിറവേറണം. എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന, ദൈവമേ അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണമേ. പലപ്പോഴും നമ്മുടെ ഇഷ്ടം അത് ദുഃഖത്തിൽ കലാശിക്കുമ്പോൾ, അത് നെടുവീർപ്പിൽ കലാശിക്കുമ്പോൾ, അത് ആത്മഹത്യയിൽ കലാശിക്കുമ്പോൾ, ഇന്ന് പകൽക്കൽ ആരോട് ദൈവദൂത് പറയുന്നു? ഇന്നലെ വരെ ദൈവഹിതമില്ലാത്ത ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് ഇഷ്ടമില്ലാതെ ആഗ്രഹിച്ചു പോയെങ്കിൽ, അപ്പാ എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറണം. ഇന്നലെ അങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ ഇനി മുതൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറാൻ സ്വർഗീയ പൗരന്റെ പ്രാർത്ഥന, സ്വർഗീയ പൗരന്റെ ഒരു ആഗ്രഹം ഈ ലോകം പ്രകാരമുള്ളതല്ല, ദൈവഹിത പ്രകാരമുള്ളതായിരിക്കും. ഇസ്രായേൽ ജനത്തിന്റെ ആവശ്യം ശൗലിനെ ആയിരുന്നെങ്കിൽ ദൈവം ആഗ്രഹിച്ചത് ദാവീദിനെ ആയിരുന്നു. എന്നാൽ മനുഷ്യൻ ആഗ്രഹിച്ചത് ദൈവം വിട്ടുകൊടുത്തു.
അവസാനം പിന്നത്തേതിൽ ഇസ്രായേലിന്റെ പരാജയത്തിനും അവരുടെ ജീവിതത്തെ നാശത്തിനും കാരണം ഈ ശൗൽ ഒരുവനായിരുന്നു. ശൗൽ അവസാനം സ്വന്തം വാളുകൊണ്ട് കുത്തി മരിക്കേണ്ട ഗതികേടിലേക്ക് പോയ കാര്യം ദൈവ ഇഷ്ടമില്ലാത്തടത്ത് ജനം ദൈവത്തെ നിർബന്ധിച്ചത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതത്തിനായി സമർപ്പിച്ചാൽ, ദൈവ ഇഷ്ടത്തിനായി ഏൽപ്പിച്ചാൽ അത് ദോഷമല്ല, അത് നന്മയാക്കി മാറ്റാൻ പോകുകയാണ്. ഇന്ന് പകലക്കാലം 3 മനസ്സിലായി എത്ര ഇതിനകത്തുണ്ട്. ഞാൻ സ്വർഗീയ പൗരനാണ്, സ്വർഗീയ പൗരത്വം പ്രാപിച്ചവനാണ്. എന്റെ ഇഷ്ടത്തിന് വേണ്ടി പോകാൻ പ്രാർത്ഥിക്കേണ്ടവനല്ല, അങ്ങയുടെ ഇഷ്ടത്തിനായി പ്രാർത്ഥിക്കേണ്ടവനാണ്. ദൈവമേ, ഞാൻ ഇന്നു മുതൽ അങ്ങനെ പ്രാർത്ഥിക്കും. എന്റെ ജീവിത കുറവുകളോട് ക്ഷമിക്കണമേ. അമ്മേ, തിരിഹിതത്തിനായി പ്രാർത്ഥിക്കും, തിരി ഇഷ്ടമായിട്ട് നിറവേറാൻ പ്രാർത്ഥിക്കും എന്നുള്ളത് മാത്രം ആ ദൂത് ഏറ്റെടുത്ത് മാത്രം ഒന്ന് കരം ഉയർത്തിയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിരവധി കരങ്ങളെ അവൻ കാണുന്നു. അതിനർത്ഥം നിങ്ങൾ ദൂത് മനസ്സിലായി എന്നുള്ളത്. അപ്പൊ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഇഷ്ടമല്ല, യഹോവയുടെ ഇഷ്ടം നിറവേറുവാൻ പ്രാർത്ഥിക്കുന്നവരാക്കി മാറ്റണമേ, അന്നേ നിർത്തണമേ. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ആ കരങ്ങൾ ഉയർത്തിയതുമായി കർത്താവിനെ സ്തുതിച്ചാൽ ശക്തിയോടെ ഹല്ലേലൂയ.